മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മലയാളികളെല്ലാം വിഷമിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത നമ്മൾ കേൾക്കുകയുണ്ട്. പാലക്കാട് എന്നുള്ള ഒരു 15 വയസ്സ് പ്രായമുള്ള ശ്രീനന്ദ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു ദുരൂഹ സാഹചര്യത്തിൽ കർണാടകയിൽ ചിക്കമംഗ്ലൂരു ജില്ലയിലെ ബാബാ ബോഡൻഗിരി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ വെച്ചിട്ട് മരണപ്പെടുകയുണ്ടായി. അല്ലെങ്കിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ നമ്മൾ കൊല്ലപ്പെട്ടതായിട്ട് നമ്മൾ 40ഓളം വരുന്ന അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് ഈ യാത്ര തിരിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്ന് കുടുംബങ്ങളും മറ്റ് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കർണാടകയിലെ ഈ പറഞ്ഞ ചിക്കമംഗ്ലൂരു ജില്ലയിലെ മേൽപ്പറഞ്ഞ സ്ഥലത്ത് ഒരു അവധി യാത്ര അതിന് പോയതാണ്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളും അതേപോലെ എൻ്റെ കാഴ്ചപ്പാടും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികൾ ചിത്രീകരിച്ച അവസാനത്തെ ഒരു വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിലും അതേപോലെ ന്യൂസ് ചാനലുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഒരു മൈനർ ആയിട്ടുള്ള 2 പേര് ബിലോ 18 years of age. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ സ്വകാര്യ ചിത്രങ്ങളിലെ വീഡിയോ എന്തു തന്നെ ആയിക്കോട്ടെ, അവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ ഒരു ബ്ലർ ചെയ്യാത്ത പക്ഷം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് തെറ്റല്ലേ? എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ഒരു ചോദ്യമാണ്. ഈ പറഞ്ഞ മരണപ്പെട്ട പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തോ സഹപാഠിയോ അല്ലെങ്കിൽ സഹോദരിയോ ആയിരിക്കും. ഇവർ ബിലോ 18 years of age ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം. അപ്പോൾ കർണാടകയിൽ നിലവിൽ കോൺഗ്രസ് ഭരണമാണ്, ശരിയല്ലേ? മുന്നേ യെദ്യൂരപ്പയുടെ BJP ഭരണമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ രാഷ്ട്രീയമോ മതമോ കുത്തിച്ചേർക്കുന്നതല്ല, പെട്ടെന്നിരുന്നാലും എനിക്ക് പറയാതെ വയ്യ. സപ്പോസ് അവിടെ BJP ഭരണമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പക്ഷം അല്ലെങ്കിൽ ഒരു പറ്റം ആൾക്കാർ ചേർന്നുകൊണ്ട് ഇവിടെ രാഷ്ട്രീയം കുത്തിക്കയറ്റും. ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടുമിക്ക സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന പല പോസ്റ്റുകളിലും, അതായത് ഇപ്പം BJP അല്ലെങ്കിൽ NDA സഖ്യം ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അതായത് എങ്ങനെയൊക്കെ ആൾക്കാർക്ക് NDA അല്ലെ BJP അല്ലെ RSSനെ ഹിന്ദു മതവിശ്വാസികളെ എങ്ങനെയൊക്കെ അതിൽ ബന്ധിപ്പിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഞാനൊരു ന്യൂട്രലായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഈ സെലക്റ്റീവ് പൊളിറ്റിക്സും അതേപോലെ സെലക്റ്റീവ് ഈ റിലീജിയസ് വ്യൂസും ഇല്ലേ, അത് രണ്ടും സെലക്റ്റീവ് ആകുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പരാമർശിക്കുന്നത്. മനസ്സിലായില്ലേ? സപ്പോസ് ഇത് മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ ഒഡീഷ തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ പറഞ്ഞ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി മലയാളിയോ ആരോ ആയിക്കോട്ടെ മരണപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആദ്യത്തെ ചോദ്യം കേന്ദ്ര ഭരണം അല്ലെങ്കിൽ BJPയുടെ ഭരണമാണല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം വരുന്നത്. അതെല്ലാ പോസ്റ്റിന് താഴെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ സെലക്റ്റീവ് പൊളിറ്റിക്സ് അല്ല ഒപ്പീനിയൻ പറയുമല്ലോ ആൾക്കാർ, അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ നിലവിൽ കർണാടകത്തിൽ ഈ പൊതുവെ എൻ്റെ ഇവിടുന്ന് നമ്മുടെ കർണാടക ബോർഡിലേക്ക് ആകെ ഒരു 1 hour ജേർണി എത്ര മാത്രമാണ്. ഇരിട്ടി, വീരാജ്പേട്ട, കൊടക് എന്ന് പറഞ്ഞാൽ കൂർഗ്, ഈ പറഞ്ഞ ജില്ലകളിലേക്കൊക്കെ വളരെ എളുപ്പം ഒരു 1 മണിക്കൂർ യാത്ര മാത്രമാണ്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഈ ആ സമയത്ത് അല്ലെ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ വളരെ പുലർച്ചെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കാടിനകത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ഉറക്കുളച്ചുകൊണ്ട് ഈ പറഞ്ഞ കള്ളന്മാരും ഈ പറഞ്ഞ പ്രദേശവാസികളൊക്കെ ഉണ്ടാവും. ഈ നമ്മൾ ഈ 2 വീലറോ അല്ലെങ്കിൽ 4 വീലറോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഒട്ടും സേഫ് അല്ല. അത് കർണാടകയുടെ മാത്രമല്ല, തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളും അതേപോലെ ഒഡീഷ, ആന്ധ്രാപ്രദേശിൻ്റെ ഒക്കെ പല ഭാഗങ്ങളിലൂടെ നമുക്ക് രാത്രി കാലങ്ങളിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഈ ഒരു 4 ദിവസം മുന്നേ ആണ്, അല്ലെങ്കിൽ 3 ദിവസം മുന്നേ ആണ് ശരണ്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി, നാദാപുരംകാരി, ഈ പറഞ്ഞ ട്രക്കിങ്ങിന് പോയിട്ട് കാണാതാവുകയും ആ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് അടുത്തൊരു പ്രശ്നം കർണാടക ഗവൺമെൻറ് ഒരിക്കലും അവർക്ക് ഒരു പേര് ദോഷം വരുന്ന രീതിയിൽ ഒരിക്കലും ഒരു കാര്യവും ന്യൂസിൽ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഇതിലൂടെയും പുറത്തുവിടില്ല. ഇപ്പം പോലീസിനെ അവർ കൺട്രോൾ ചെയ്യും, എന്തൊക്കെ പറയണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മുകളിൽ നിന്ന് കൊടുക്കും. കാരണം അതൊരു വലിയൊരു ടൂറിസ്റ്റ് പോയിന്റ്, ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ്. അപ്പോൾ അവിടെ അനേകായിരം ആൾക്കാർ ഈ എസ്പെഷ്യലി ഇതൊരു വെക്കേഷൻ ടൈമാണ്, അപ്പോൾ ഒത്തിരി പേര് അവിടെ കാണാൻ വരുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടൂറിസത്തിനെ ബാധിക്കും, അവരുടെ വരുമാനത്തെയും എല്ലാം ബാധിക്കും. അതേപോലെ ലോക്കൽസ് അതിൽ ഇടപെടും. ഇതിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ആ പെൺകുട്ടി വളരെ ഉയരത്തിൽ നിന്ന് 1500 അടി താഴ്ചയിലാണ് ഈ പെൺകുട്ടിയുടെ ശരീരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ഹൈറ്റിൽ നിന്ന് വീണതായിട്ടുള്ള ഒരു യാതൊരുവിധ അടയാളങ്ങളോ അല്ലെങ്കിൽ മുറിവോ മറ്റു പാടുകളോ ഒന്നും തന്നെ ഫോറൻസിക് യൂണിറ്റിന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്ത് അങ്ങനെ ഒരു സാഹചര്യമല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കുട്ടി എപ്പോഴാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കോസ് ഓഫ് ഡെത്ത് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ അത് ന്യൂസ് കണ്ടിട്ടില്ല, കുറച്ച് മുന്നേയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മലയാളികളെല്ലാം ഒരു സംശയമാണല്ലോ, ആരെങ്കിലും പീഡിപ്പിച്ച് അല്ലെങ്കിൽ കൊന്നു തള്ളിയതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടോ എല്ലാവർക്കും. അപ്പോൾ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിലെ പ്രതി കുറ്റക്കാരൻ ഒരു ലോക്കൽ അവിടുത്തെ തന്നെ ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടുത്തെ മീഡിയ ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ആ ഒരു കേസ് അട്ടിമറിക്കുക. അപ്പോൾ നിലവിൽ അവിടുത്തെ സർക്കാരിന് അവിടുത്തെ ജനങ്ങളെ ആവശ്യമാണ് എന്തിനാ? വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ
ഈ പ്രതികളെ സംരക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത തവണ വോട്ട് കുത്തുമ്പോൾ ഈ പ്രദേശവാസികളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വോട്ട് മാറിക്കൊത്തും. അപ്പോൾ അത് കോൺഗ്രസിന്റെ ഭരണത്തിന് എതിരാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെറ്റെന്ത് ശരിയെന്നല്ല, പകരം ആൾക്കാർ ഇപ്പം ഇതിൽ വലിയ ഡേർട്ടി പൊളിറ്റിക്സ് പരിപാടി ഇതാണ്. അപ്പോൾ ഉറപ്പായിട്ടും കർണാടക എന്നുള്ള സംസ്ഥാനത്തിന് ഒരു പേരുദോഷം വരുന്ന ഒരു കാര്യമാണ്. ഇനി അതല്ല അവരുടെ ഭരണ തുടർച്ചയ്ക്ക് ഒരു തടങ്കലായിട്ട് നിൽക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, പ്രതികളെ സംരക്ഷിക്കുകയാണ് ചെയ്യുക. അത് തീർച്ചയായിട്ടും. നമ്മളെ കേരളത്തിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിത്യേന അരങ്ങേറുന്നുണ്ട്, എന്തൊക്കെ കൊലപാതകങ്ങളും മറ്റ് കുറ്റകൃത്യങ്ങളും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രതികളെ സംരക്ഷിക്കാൻ ഇവിടുത്തെ കേരള പോലീസും അതിൽ മറ്റേ MLA മന്ത്രിമാർ തുടങ്ങിയിട്ട് നേതാക്കന്മാരൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം ഒരു മറ്റുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ പ്രീണനം നമ്മൾ പറയും, മറ്റുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവനവന്റെ കാര്യം നേടുക. അതാണ്, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഈ ഡൽഹിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പട്ടാപ്പകലിലെ അർദ്ധരാത്രിയൊക്കെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുക. പിന്നെ നമ്മുടെ കേരളത്തിൽ പോലും എന്തൊക്കെ നടക്കുന്നുണ്ട്, ഈ തട്ടിക്കൊണ്ടുപോകൽ സംഘം വളരെ ആക്റ്റീവായിരുന്നു കഴിഞ്ഞ വർഷം വളരെ ആക്റ്റീവായിരുന്നു. പിന്നെ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള കവർച്ച കൊള്ള സംഘങ്ങൾ എന്നുകൊണ്ട് നമ്മളെ ഈ മൊത്തം ഓവറോൾ നമ്മൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള ഈ പറഞ്ഞ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യേന ഒരു എന്താണ്, പ്രത്യേകിച്ച് ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിത്യേന നടക്കുന്ന കാര്യങ്ങൾ തന്നെ. കഴിഞ്ഞ കുറച്ച് കാലയളവിൽ കർണാടകത്തിൽ മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പം ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ, അതല്ല സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. കഴിഞ്ഞ ഒരു 3-4 വർഷ കാലയളവിൽ ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ ബാംഗ്ലൂർ, കർണാടകത്തിലൊക്കെ അത്രയധികം വർദ്ധിച്ചിട്ടുണ്ട്. പൊതുവെ ആദ്യകാലങ്ങളിൽ ബാംഗ്ലൂർ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് സേഫസ്റ്റ് സിറ്റി ഫോർ വിമൻ, അങ്ങനെ ആയിരുന്നു ആദ്യം. അതിപ്പോൾ മാറിപ്പോയി. അപ്പോൾ അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറയാൻ കഴിയില്ല. രാഷ്ട്രീയപരമായിട്ട് ഇപ്പം കോൺഗ്രസ് വന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെന്ന് എനിക്കറിയില്ല. പൊതുവേ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം, ഈ അടുത്ത് തന്നെ മലയാളി നടത്തുന്ന ഒരു PG, അയാളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പം കേരളത്തിൽ നിന്ന് പോയ പെൺകുട്ടികൾ ഈ പറഞ്ഞ മലയാളിയുടെ PGയിൽ വെച്ച് പീഡിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എത്ര അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗ പീഡന കേസുകൾ നമ്മുടെ കേരളത്തിൽ പോലും സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കെതിരെ. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു 1-2 വർഷം മുന്നേ, 1.5 വർഷം മുന്നേ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. എൻ്റെ ഒരു സുഹൃത്ത്, അവളൊരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി സേവനം അനുഷ്ഠിച്ചൊരു വ്യക്തിയാണ് താൽക്കാലികമായിട്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്താണ് അവരൊക്കെ ഇപ്പം മുസ്ലിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ മുസ്ലിം പള്ളിയും അതേപോലെ ഈ പറഞ്ഞ ഓർഫനേജൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഒരു സെറ്റപ്പ്. അപ്പോൾ അവിടെ ഒത്തിരി കുട്ടികളുണ്ട്, അവിടെ പഠിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതിലൊരു കുട്ടിയെ അവിടുത്തെ കെയർ അല്ല, അവിടുത്തെ ഗേറ്റിലെ വാച്ച്മാൻ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയുണ്ടായി, സെക്ഷലി അബ്യൂസ് ചെയ്തു. എനിക്ക് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. ചെറിയൊരു പ്രായം, 10 വയസ്സോ 9 വയസ്സോ കണ്ട് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടീനെ. മുൻകാലത്ത് ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളും സംസാരിച്ചിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അടുത്തറിയുന്നൊരു കൊച്ചാണ് ഈ കൾപ്രിറ്റ്. ആള് 55, 60, 65 വയസ്സ് പ്രായത്തിനിടെയാണെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതേപോലൊരു സംഗതി, ഇതേപോലൊരു സാഹചര്യം നിങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യക്കോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും. അപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹ്യൂമൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഈ ക്രിമിനലുകളെ നമ്മൾ ഒരിക്കലും നിയമത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. ഇത് പറയാൻ കാരണം എനിക്കൊരു ചെറിയൊരു കുഞ്ഞു മോളെ പോലെയാണ് ആ ഒരു കുട്ടി. ഞാനിത് മറ്റേ വീഡിയോയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സാഡ്നെസ് ഈ വാരി വിതറി കണ്ടന്റ് ചെയ്യുന്നതല്ല, ഉള്ളത് പറയണം. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മെന്റൽ ട്രോമയായി. കാരണം ഞാൻ എറണാകുളത്ത് ടാക്സി ഓടിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കാറിനകത്ത് തന്നെ കിടന്നുറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഈ രാത്രി കാലങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്കിങ്ങനെ കലിയേറാം. ശരിക്കും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. നമ്മളൊരു ചെറിയൊരു കുഞ്ഞു മോളെ ഇങ്ങനെ അവിടുത്തെ ഒരു ജീവനക്കാരൻ, അവരെയൊക്കെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ജീവനക്കാരൻ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലം അങ്ങനെയാണ്. സ്വന്തം അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നുണ്ട്. ഈ അടുത്താണ് കാസർഗോഡ് പിന്നെ കല്യാണം കഴിഞ്ഞു പോയ മകള് തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. ചെറിയൊരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആവശ്യത്തിന് വീട്ടിൽ വന്ന സമയത്ത് സ്വന്തം അച്ഛനാണ് മകളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്വന്തം സഹോദരി പീഡിപ്പിക്കുന്നു, അതിന് ലഹരി നൽകി പീഡിപ്പിക്കുന്നു. അങ്ങനെ എന്ന് വേണ്ട എല്ലാ സംഗതികളും നമ്മുടെ നാട്ടിൽ നിറങ്ങുകയാണ്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള എത്ര മലയാളം ചലച്ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടുത്ത് ഞാൻ കണ്ടിരിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഫിലിം. അപ്പോൾ ഇതേപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാരന്റ്സ് മിക്ക ആൾക്കാരും ഈ തിയേറ്ററിൽ പോയിട്ടും അല്ലാതെയൊക്കെ ടെലിവിഷനിലൂടെയൊക്കെ നമ്മൾ സിനിമകൾ കാണുന്നത്.
അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമല്ല. അപ്പോൾ ഇതൊക്കെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ സഹോദരിമാരെ ഞാൻ എപ്പോഴും എന്ത് ചെയ്യണം, ഞാനൊരു ഓവർ പ്രൊട്ടക്റ്റീവ് ആണെന്ന് തന്നെയാണ് പറയാം. ഇപ്പം അവർ കുറച്ചൊരു ഇതായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ അണിഞ്ഞ് പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, എന്തിനാണ് ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ ചോദിക്കും. അതിന് തന്ത വൈബ് അല്ലെ അമ്മമാർ എന്നുള്ളൊരു ടാഗ് കൊടുത്തിട്ട് പരിഹസിച്ചിട്ട് ആ ഒരു കാര്യമില്ല. കാരണം നമ്മുടെ വീട്ടുകാരിൽ നമ്മളെ സ്വന്തം സഹോദരിമാരെയോ അല്ലെങ്കിൽ സഹോദരന്മാരെയോ സംരക്ഷിക്കേണ്ട കടമ നമുക്കാണ്. ഇന്ന് തന്നെ എൻ്റെ ഒരു സഹോദരി, ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവൾ ഒരു ഇച്ചിരി മോഡേൺ വസ്ത്രധാരണോ അതേപോലെ ഒരു ഇച്ചിരി അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ 15-16 വയസ്സ് മാത്രമേ ഉള്ളൂ. 15 വയസ്സ് 16 വയസ്സ്. അപ്പോൾ അവളൊരു ഇച്ചിരി എന്താണ് ഈ മോഡേൺ, ഇന്നത്തെ കാലത്ത് ഈ ബെസ്റ്റി, ഈ ബാഡി, അതേപോലെ എന്താണ് ഈ അങ്ങനത്തെ ഒരു ഇതാണല്ലോ ഈ CBSE അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന ഈ റിച്ച് കിഡ്സിന്റെ ഒരു സ്വഭാവമാണല്ലോ, അത് അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഫോട്ടോസ് നിങ്ങൾ സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യം എന്ന് ചോദിച്ചു. അത് മൈനറാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ട് അവൾ സ്വന്തം കാലം നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും ഒക്കെ പറയും. ഇന്നത്തെ ഒരു പൊതുവെ ആൾക്കാരുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും എല്ലാം വർദ്ധിച്ചു വന്നതിനെ തുടർന്ന് അത്രയധികം ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് ആൾക്കാരിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പാലക്കാട് നിന്ന് വിനോദയാത്രയ്ക്ക് പോയ പെൺകുട്ടി മരണപ്പെട്ട ഒരു വാർത്തയെ പറ്റിയാണ്. അപ്പോൾ ഇനിയെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ എത്ര ഒട്ടനവധി അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളും അല്ലെങ്കിൽ മരണങ്ങളും ഒക്കെ നമ്മൾ എത്ര കാണുന്നുണ്ട് നമ്മൾ നിത്യേന. ഇന്ന് എല്ലാവരുടെയും ഈ പറഞ്ഞ ക്യാമറയും ഈ CCTV ഒക്കെ ഉള്ളത് കാരണം നമ്മളെല്ലാം കാണും, എല്ലാം അറിയുന്നു. അപ്പോൾ എന്നിട്ടും ഈ പറഞ്ഞ മാതാപിതാക്കൾക്കൊന്നും ഒരു ശ്രദ്ധയില്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങളൊരു അന്യസംസ്ഥാനത്ത് തന്നെ പോകണമെന്നില്ല, നമ്മളെ കേരളത്തിൽ തന്നെ പല ടൂറിസ്റ്റ് പോയിന്റുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാർ എപ്പോഴും നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്, നിങ്ങളുടെ പാറ്റേൺ എന്താണ്, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം, നിങ്ങളുടെ നടപ്പും ഇരിപ്പും എല്ലാവരും മനസ്സിലാക്കി വെക്കുന്നുണ്ടോ? അവരുടെ ഇന്റൻഷൻ എന്താണെന്ന് നമുക്കറിയില്ല. നിങ്ങളെ തട്ടിക്കൊണ്ടു പോകണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ നിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കാനാണോ, അല്ലെങ്കിൽ അവയവക്കടത്ത് തുടങ്ങിയിട്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങളൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം നിങ്ങളുടെതും നിങ്ങളുടെ മാതാപിതാക്കളുടെയാണ്. പണ്ടൊക്കെ ഇത്രയും ജനപരിപോയില്ലായിരുന്നു, അതേപോലെ വാഹനങ്ങളും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം വീക്കെൻഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവധി ദിനങ്ങളിൽ, ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഇപ്പോൾ നിങ്ങൾ ഒരു ടൂറിസ്റ്റ് ബസ് അല്ലെങ്കിൽ മിനി ബസ് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു അവധി യാത്രക്ക് പോയി കഴിഞ്ഞാൽ പോലും അത്രയും തിരക്ക് അനുഭവപ്പെടുന്നില്ല. ബട്ട് ഇന്നത്തെ കാലത്ത് ഇന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ കാറുണ്ടോ. പിന്നെ ഈ അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ടൂറിസ്റ്റ് ബസ്സും സ്വന്തം കാറുകളിലും ബൈക്കുകളിലൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരപര പായുവാണ്. ശരിയല്ലേ? ഇപ്പം ഞാൻ തന്നെ ഒരു 4 കൊല്ലം മുന്നേ ഇപ്പം ഞാൻ തന്നെ ഈ 2017 21 ഞാൻ ധനുഷ്കോടി പോയിട്ടുണ്ട്. ധനുഷ്കോടി എൻഡ് പോയിന്റ്, രാമസേതു പോയിന്റ് പോയി. അവിടെ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു അന്ന് ഈ ധനുഷ്കോടി എൻഡ് പോയിന്റിൽ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 സുഹൃത്തുക്കൾ മോട്ടോർ സൈക്കിളിൽ പോയതാണ്. നമ്മളല്ലാതെ വേറെ ഒരു മനുഷ്യന്മാരോടില്ല. ഇന്ന് ആ സമയത്ത് ധനുഷ്കോടി രാമേശ്വരം റൂട്ടിൽ 100 കണക്കിന് 1000 വാഹനങ്ങളാണ് നിത്യേന അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പം നിങ്ങൾ അതേപോലെ ഈ മൂന്നാർ, വർക്കല, പിന്നെ മുഴപ്പിലങ്ങാട് ബീച്ച്, കേരളത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഇപ്പം നോക്കി എന്താ തിരക്ക്. അതായത് ഒരു ഡിസംബർ ജനുവരി സീസണൊക്കെ ആവുന്ന സമയത്ത് പറഞ്ഞാൽ അടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ തിക്കിലും തിരക്കിലും പെട്ടുകൊണ്ട് ശ്രദ്ധിക്കുക, എന്തൊക്കെ ഉണ്ടാവും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ അമ്പലങ്ങളിൽ ഉത്സവം വരുമല്ലോ, ഉത്സവകാലത്ത് ഒത്തിരി കുട്ടികളെയൊക്കെ കാണാതെ പോയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ അന്ന് ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഇന്നും ആൾക്കാർക്ക് വലിയ ശ്രദ്ധയൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് മാതാപിതാക്കൾ തന്റെ കൊച്ചിനോടൊപ്പം ഒരു ചെറിയൊരു പ്രായമുള്ള ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിനെയും കൊണ്ട് നടന്നു പോകുന്ന റോഡ് സൈഡിലൂടെ, ഇവർ കൊച്ചിനെ പിടിച്ച് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലൂടെയാണ് ഈ കൊച്ചിനെ കൈ പിടിച്ചിട്ട് പോകുന്നത്. അതായത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് തട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ കൊച്ചിനെ തട്ടുന്നത്. ഈ കുഞ്ഞിനെ ഇടതുവശം കീപ്പ് ചെയ്തിട്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് പോകണം എന്നുള്ള ചിന്തയൊന്നും ഇന്നത്തെ മാതാപിതാക്കൾക്കില്ല. എവിടെയാണ് അശ്രദ്ധ. ഈ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പ്രായമുള്ള ഒരു കുഞ്ഞ് ഈ തേങ്ങ ഉടക്കാൻ നേരത്തെങ്ങാണ്ട് ഒരു ഉമ്മയുടെ ഈ കൊടുവാള് കത്തിവാൾ എന്നൊക്കെ പറയും, അതിനിടയിൽ പെട്ടും മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം പൊതുവെ ഈ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നവോത്ഥാന ചിന്താഗതിക്കാരുടെ ഒരു വാദം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അർദ്ധരാത്രി അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ രാത്രി നഗരങ്ങളൊക്കെ കറങ്ങണം, പെൺകുട്ടികൾക്ക് കറങ്ങണം. ബട്ട് എന്തുകൊണ്ടാണ് ഈ വല്യപ്പന്മാര് അല്ലെങ്കിൽ അമ്മാവന്മാര് എന്തുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ പുറത്തേക്കൊന്നും പോകണ്ട എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാ? അല്ല. രാത്രി കാലങ്ങളിൽ പെൺകുട്ടികൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സുരക്ഷിതമല്ല. കാരണം നമ്മുടെ ചുറ്റും ചെറുത്താന്മാരുള്ള കാലമാണ്, കഴുകന്മാരുള്ള കാലമാണ്. ഈ പറഞ്ഞ ഈ ക്രിമിനൽ ബുദ്ധിയുള്ള ആൾക്കാർ, എന്തിനും തുനിയുന്ന ആൾക്കാരുണ്ടാകുന്ന സമയത്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അതിന് കണക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രിക്കോഷൻസ് എടുക്കുക. നമ്മൾ വെറുതെ പോയിട്ട് നമ്മൾ ബാംഗ്ലൂർ അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് രാത്രി കാലങ്ങളിൽ തെണ്ടി തിരിഞ്ഞിട്ട് വല്ലവന്റെയും കത്തിക്ക് ഇരയാകുന്നതാണോ, അല്ലെങ്കിൽ വല്ലവന്റെയും ബലാത്കാരം, അല്ലെങ്കിൽ വല്ലവൻ നമ്മളെ ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ കഴിവതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം ഒഴിവാകുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശരണ്യ എന്ന് പറഞ്ഞ ട്രക്കിങ്ങിന് പോയ പെൺകുട്ടിയും ഇതേപോലെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതെ പോയി.
അതിന്റെ പിന്നിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അത് വലിയൊരു ചർച്ചാ വിഷയമാകുന്നില്ല എന്ന് തോന്നുന്നു. കാരണം പെൺകുട്ടി തിരിച്ചു കിട്ടി. അപ്പോൾ അതങ്ങനെ. ബട്ട് ഈ ഒരു കാര്യത്തിൽ എന്താണ്, ആൾക്കാർ കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കുന്നില്ലെങ്കിൽ കൊണ്ടാലേ പഠിക്കും. ഇതന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുട്ടിയുടെ വിയോഗത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുക. നമ്മുടെ നാടും നമ്മുടെ ചുറ്റുപാടും നമ്മളെ ചുറ്റുള്ള ആൾക്കാരും ആരും തന്നെ നല്ലവരല്ല. അത് മനസ്സിലാക്കിയാൽ നല്ലത്.